നമസ്കാരം. അപ്പോൾ ഈ വരുന്ന മെയ് 23-ാം തീയതിയാണ് ടെർബോ ജോസ് ബോക്സ് ഓഫീസിലേക്ക് ചാർജ് എടുക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് അടക്കുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ചിത്രം ഒരു വൻപൻ റിലീസാണ് ലക്ഷ്യമിടുന്നതെന്ന്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 500 ലൊക്കേഷനുകളിൽ ഏകദേശം 41 രാജ്യങ്ങളിലാണ് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക. UK-യിലും ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ശ്രീലങ്കയിലും ചിത്രം റിലീസ് ചെയ്യും. നിലവിൽ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. എന്നാൽ ടെർബോ സിനിമയുടെ ഹൈപ്പിന്റെ കാര്യം നോക്കുമ്പോൾ ഒരു ട്രെയിലർ ഇറക്കി ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടേണ്ട ആവശ്യം ചിത്രത്തിനില്ല. നിലവിൽ തന്നെ മികച്ചൊരു ഹൈപ്പാണ് ചിത്രത്തിനുള്ളത്. മെയ് 23-ന് വൻപൻ റിലീസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടെർബോ എന്ന സിനിമ ഏകദേശം 450 സ്ക്രീനിലധികം റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയെഴുതിയ ഈ ഒരു ചിത്രത്തിന്റെ മിഥുൻ മാനുവൽ തോമസിന്റെ പഴയൊരു ഇന്റർവ്യൂ ആണ്. പഴയ 1.5 മാസത്തോളം പഴക്കമുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നത്. അതായത് ടെർബോ സിനിമ എങ്ങനെ ഉണ്ടാകുമെന്നായിരുന്നു ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ടെർബോ സിനിമയിൽ നായകൻ ടെർബോ എഞ്ചിൻ വെച്ച ഒരു അവസ്ഥയിലാണുള്ളത്. അത്രയ്ക്ക് എനർജിയുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂക്ക ചിത്രത്തിൽ ചെയ്യുന്നത്. ടെർബോ സിനിമയിൽ നിലവിൽ ഇപ്പോൾ ഹൈപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഇറങ്ങുന്ന ഓരോ പോസ്റ്ററാണ്. വൻപൻ പ്രമോഷനുകളോ ട്രെയിലറോ ടീസറോ ഇല്ലാതെ വെറും പോസ്റ്റർ വെച്ചാണ് ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയാക്കുന്നത്. ബുക്ക് മൈ ഷോയിലേക്ക് നോക്കുമ്പോൾ ചിത്രത്തിന് വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് 17,000 കടന്നിരിക്കുകയാണ്. എന്തായാലും ജോസാച്ചായ ബോക്സ് ഓഫീസിലെ എല്ലാ റെക്കോർഡുകളും കീഴടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരൊക്കെയാണ് ടെർബോ ജോസിന്റെ വരവിനായി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.